ചരിത്രവും പ്രകൃതിയും ഒന്നുചേരുന്ന പാലക്കാടൻ മണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകത്തിന് മുന്നിലാണ് നാം ഇപ്പോഴുള്ളത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടങ്ങളുടെ കഥ പറയുന്ന പ്രശസ്തമായ പാലക്കാട് കോട്ട. കോട്ടയ്ക്ക് കാവലായി ചുറ്റിലും ആഴമേറിയ വലിയൊരു കിടങ്ങ് കാണാം. അക്കാലത്ത് ശത്രുക്കളുടെ പെട്ടെന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി കോട്ടയ്ക്ക് ചുറ്റും വലിയ ചാലുകൾ കീറി അതിൽ വെള്ളം നിറച്ച് നിർത്തുന്ന പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമാണിത്. കരിങ്കല്ലിൽ തീർത്ത ഈ നിർമ്മിതി കടന്നാണ് നാം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. കാലപ്പഴക്കത്തിന്റെ അടയാളങ്ങൾ പേറുന്ന തടിയാൽ നിർമ്മിതമായ ഈ വലിയ വാതിൽ കടന്ന് നാം കോട്ടയുടെ ഉൾത്തളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഹനുമാൻ ക്ഷേത്രമാണിത്. മൈസൂർ രാജാക്കന്മാരുടെ അധിനിവേശത്തിന് മുൻപ് തന്നെ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇന്നും ഒട്ടനവധി ഭക്തരെ ആകർഷിക്കുന്നു. കോട്ടയുടെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിനായി നാം മുൻകൂട്ടി എടുത്ത പ്രവേശന ടിക്കറ്റുകൾ ഇവിടെ സുരക്ഷാ ജീവനക്കാരെ കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനമുള്ളത്. കോട്ടയുടെ ഉൾഭാഗം ഹരിതാപമായ പ്രകൃതി സുന്ദരമായ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത്. വിശാലമായ പുൽത്തകിടുകളും പ്രായമേറിയ വൻമരങ്ങളും ഇവിടുത്തെ അന്തരീക്ഷത്തിന് കൂടുതൽ ശാന്തതയേകുന്നു. നമ്മുടെ മുന്നിൽ കാണുന്ന ഓടുമേഞ്ഞ ഈ പഴയ കെട്ടിടത്തിന് സവിശേഷമായ ഒരു ചരിത്രമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതൊരു ജയിലായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ 1766 ഹൈദരലി ഖാനാണ് ഈ കോട്ട പുനർനിർമ്മിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താന്റെ അധീനതയിലായിരുന്നു ഈ പ്രദേശം. കെട്ടിടത്തിന്റെ വരാന്തയിലൂടെ സഞ്ചരിക്കുമ്പോൾ പണ്ടത്തെ ആ ജയിലിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. കെട്ടിടത്തിന്റെ മേൽക്കൂരയിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ മനോഹരമായ ഒരു മയിൽ ഇരിക്കുന്നത് കാണാം. വന്യതയും ചരിത്രവും ഒത്തുചേരുന്ന ഇത്തരം കാഴ്ചകൾ ഈ കോട്ടയ്ക്കുള്ളിൽ അപൂർവമല്ല. തുടർന്ന് നാം എത്തിച്ചേരുന്നത് ഇവിടുത്തെ ഇൻഫർമേഷൻ ഗാലറിക്ക് മുന്നിലേക്കാണ്. ഈ കോട്ടയുടെ ചരിത്രവും രേഖകളും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരിടമാണിത്. ഇതിന്റെ മുൻപിലായി പഴയ ചില ശില്പങ്ങളും സംരക്ഷിച്ചിരിക്കുന്നു. ഈ ഗാലറിയോട് ചേർന്ന് തന്നെ പുരാതനമായ ഒരു വലിയ കിണർ കാണാം. ഇതിന്റെ ഉൾഭാഗത്തേക്ക് നോക്കിയാൽ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ കരിങ്കൽ പടവുകൾ കയറി കോട്ടയുടെ മുകൾ തട്ടിലേക്ക് പോകാം. കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച അതീവ മനോഹരമാണ്. പാലക്കാട് കോട്ടയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്.